നേതാക്കൾക്കെതിരെ കുരുക്കുമുറുകുമ്പോൾ ഇഡിക്കെതിരെ പ്രതിഷേധ മാർച്ചുമായി സിപിഎം. കൊടകര കവർച്ച കേസ് കുറ്റപത്രത്തിനെതിരെയായിരുന്നു മാർച്ച്. കൊടകര കുറ്റപത്രത്തിനെതിരെ എന്ന പേരിൽ സിപിഎം നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ കേസിൽ പ്രതിരോധം തീർക്കുകയാണ് സിപിഎം. കരുവന്നൂർ കേസിൽ സിപിഎം നേതാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുമ്പോഴാണ് സിപിഎം വീണ്ടും ഇഡിക്കെതിരെ തിരിയുന്നത്. കള്ളപ്പണക്കേസിൽ രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇഡിക്കെതിരെ രാഷ്ട്രീയ സമരത്തിന് തുടക്കം കുറിച്ചത്. മുൻ മന്ത്രി എ.സി. മൊയ്തീൻ, തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം.എം. വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജു എന്നിവർക്ക് പുറമെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ കെ. രാധാകൃഷ്ണൻ എം.പിക്കും ചോദ്യം ചെയ്യലിന് സമൻസ് ലഭിച്ചതോടെയാണ് സിപിഎം പ്രതിരോധം തീർക്കുന്നത്. കൊടകര കവർച്ച കേസിലെ കുറ്റപത്രത്തിനെതിരെ എന്ന പേരിലായിരുന്നു മാർച്ച്. ഇഡി ബി.ജെ.പി. നേതാക്കളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള മാർച്ച് സിപിഎം പി.ബി. അംഗം എ. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ സംഘടനകളിൽ ഒന്നായി ഇഡി മാറിയെന്ന് എ. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഇഡിയെ ഉപയോഗിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഈ ബി.ജെ.പി. ഏത് നിയമം പാസാക്കിയാലും ആ നിയമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സംഘപരിവാറിന് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. തീവ്ര ഹിന്ദുത്വത്തിന്റെ ഈടുവെപ്പാണ് നിയമനിർമ്മാണം എന്ന ദയനീയമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരുമ്പോ അത് തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്നത് നമ്മളെല്ലാം മനസ്സിലാക്കി പോകും. സിപിഎം നേതാക്കളായ CN മോഹൻ, എസ് സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷണ സമയത്തും ഇഡിക്കെതിരെ സിപിഎം രംഗത്ത് വന്നിരുന്നു. ജനം, കൊച്ചി.